ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് പണമല്ല, മനസ്സമാധാനമാണ്. എല്ലാം ശരിയായിരുന്നിട്ട് ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത, ആരോടും പറയാൻ പറ്റാത്ത സമ്മർദ്ദം, ഒരു തീരുമാനം എടുക്കാൻ മടി, ഒരു ബന്ധം സംരക്ഷിക്കാൻ ശ്രമം, ഒരു സ്വപ്നം ഉപേക്ഷിക്കണോ എന്ന സംശയം. പക്ഷെ ഓഗസ്റ്റ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ചില കൊടുങ്കാറ്റുകൾ നിങ്ങളെ തകർക്കാനല്ല വരുന്നു, നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിക്കാനാണ്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഒരു ധൈര്യമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം എഴുതും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ശനി, അതിദേവൻ ഹഹിർ ബുദ്ധിയനാണ്, ആഴക്കടലിന്റെ ദിവ്യ ശക്തിയാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ഇരട്ടക്കിടക്കയുടെ പിൻകാലുകളാണ്. അതിനർത്ഥം ഒരു ജീവിതഘട്ടം അവസാനിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിക്കലാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ പുറത്ത് ശാന്തരായിരിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും വലിയ ചിന്തകളാണ്. ജീവിതത്തെ ആഴത്തിൽ കാണുന്നവർ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവർ, ഒരിക്കലും ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ അത് നേടാതെ നിൽക്കില്ല. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, അമിതമായി ചിന്തിക്കും. ഒരു ചെറിയ പ്രശ്നത്തെ പോലും മനസ്സിൽ 100 തവണ വിശകലനം ചെയ്യും. ഓഗസ്റ്റിൽ ഈ സ്വഭാവം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈയിൽ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു, പക്ഷെ അതിന് തുല്യമായ അംഗീകാരം ലഭിച്ചില്ല. ചിലർക്ക് ജോലിയിലെ സമ്മർദ്ദം, ചിലർക്ക് സാമ്പത്തിക ആശങ്ക, ചിലർക്ക് ഒരു ബന്ധത്തിലെ നിശബ്ദ അകലം. എന്നാൽ ഇതെല്ലാം നിങ്ങളെ ദുർബലരാക്കാൻ അല്ല, കൂടുതൽ പക്വതയുള്ളവരാക്കാനാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ക്ഷമ ഏറ്റവും വലിയ ആയുധമായിരിക്കും. ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ അധിക ഉത്തരവാദിത്തം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ അത് ഭാരമായി തോന്നും, പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ അതേ ഉത്തരവാദിത്തം നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും. അധ്യാപനം, ഗവേഷണം, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, സാങ്കേതിക മേഖല ഇവയിലുള്ളവർക്ക് നല്ല മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ, ഈ മാസം വേഗത്തിലുള്ള ലാഭമല്ല, സ്ഥിരതയാണ് ലക്ഷ്യം. പഴയ ക്ലയൻറ്റുകളെ നിലനിർത്തുക, പുതിയ കരാറുകൾ വായിക്കാതെ ഒപ്പിടരുത്. വിദേശ ബന്ധങ്ങൾ, ഓൺലൈൻ സേവനങ്ങൾ, കൺസൾട്ടിങ് ഇവയിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മാസത്തിൻ്റെ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം, പക്ഷെ മധ്യത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മുടങ്ങിയ ഒരു തുക ലഭിക്കാനോ പുതിയ വരുമാന സ്രോതസ് തുറക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം വികാരത്തിൽ നിക്ഷേപം നടത്തരുത്, കണക്കുകൂട്ടി മാത്രം തീരുമാനമെടുക്കുക. പ്രണയത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആത്മാർത്ഥമായി സ്നേഹിക്കും, പക്ഷെ സ്വന്തം വികാരങ്ങൾ തുറന്ന് പറയാൻ മടിക്കും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങൾ അകന്നു പോയതായി തോന്നാം. വിവാഹിതർ പഴയ തെറ്റുകൾ വീണ്ടും ചർച്ച ചെയ്യാതിരിക്കുക. സിംഗിളായവർ ആത്മാർത്ഥമായ പുതിയ പരിചയം ജീവിതത്തിലേക്ക് വന്നേക്കാം, പക്ഷെ ഒരു പ്രാവശ്യം ഹൃദയം മാത്രമല്ല ബുദ്ധിയും കേൾക്കണം. കുടുംബത്തിൽ ഒരു പ്രധാന തീരുമാനം നിങ്ങളുടെ കൈകളിലെത്താം. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കാൻ ഈ മാസം നല്ല സമയമാണ്. മാസ അവസാനത്തോടെ വീട്ടിലൊരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പുറം വേദന, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. ഈ മാസം മനസ്സിനെ ശാന്തമാകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കാൻ വന്ന മാസമാണ്, പക്ഷെ അതേസമയം നിങ്ങളെ ഉയർത്താനും വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും, പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങൾ പതിയെ നിങ്ങളുടെ അനുകൂലമായി മാറിത്തുടങ്ങും. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വിശ്വാസം, കുടുംബത്തിൽ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അറിവില്ല, ഏറ്റവും ഇരുണ്ട സമയത്ത് പ്രതീക്ഷ കൈവിടാത്ത മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ അമിതമായി ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങളുടെ തീരുമാനങ്ങൾ വിശ്വസിക്കുക, കാരണം ചില വിജയങ്ങൾ ശബ്ദത്തോടെ വരില്ല, പക്ഷെ അവ വന്നാൽ ജീവിതം നിശബ്ദമായി തന്നെ മാറിപ്പോകും.